ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. ബജറ്റ് ചർച്ചകൾക്ക് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ രാജ്യസഭയിൽ മറുപടി നൽകി. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് നിയമ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. വേതനം കൃത്യസമയത്ത് ലഭിക്കുമെന്ന നിയമം ഉറപ്പു നൽകുന്നതായി കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിലെ സേവാതീർത്ത് കെട്ടിട സമുച്ചയത്തിന്റെ അനാച്ഛാദനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തക വിതരണത്തിന് സംസ്ഥാനത്ത് നാളെ തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. ബജറ്റ് ചർച്ചകൾക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ രാജ്യസഭയിൽ മറുപടി നൽകി. സ്വയം പര്യാപ്തമായ ഇന്ത്യയ്ക്കായാണ് കേന്ദ്ര സർക്കാർ പരിശ്രമിക്കുന്നതെന്ന് ധനമന്ത്രി പറഞ്ഞു. 2025-26 7.4% GDP വളർച്ചയാണ് രാജ്യം പ്രതീക്ഷിക്കുന്നതെന്നും ശ്രീമതി സീതാരാമൻ വ്യക്തമാക്കി. The real GDP growth is projected at 7.4% for the year 25-26, with a nominal growth rate at around 8%, while CPI inflation has softened to nearly 2%. So this is that combination that I'm talking about of a strong growth. Price stability is really uncommon globally and reflects the strength of India's economic fundamentals. വരും വർഷങ്ങളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വായ്പാ സൌകര്യങ്ങൾ വിപുലീകരിക്കുന്നതിനും ബജറ്റിൽ പ്രാധാന്യം നൽകുന്നു. നിർമ്മാണ മേഖലയ്ക്ക് ബജറ്റ് കരുത്തു പകരുന്നതായി പറഞ്ഞ ധനമന്ത്രി ബയോഫാർമ, സെമി കണ്ടക്ടർ, അപൂർവ ധാതു ഇടനാഴി, MSME തുടങ്ങിയ മേഖലകൾക്ക് പ്രത്യേക പ്രാധാന്യം ബജറ്റിൽ നൽകിയിരിക്കുന്നതായും അറിയിച്ചു. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് നിയമ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ലോക്സഭ പാസാക്കിയ ബില്ലിന് പിന്നീട് രാജ്യസഭയും അംഗീകാരം നൽകുകയായിരുന്നു. കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് ബിൽ ഇരുസഭകളിലും അവതരിപ്പിച്ചത്. ഇത് സംബന്ധിച്ച് 2020 നിയമം ഭേദഗതി ചെയ്യാനുദ്ദേശിച്ചുള്ളതാണ് നിർദ്ദിഷ്ട ബിൽ. ഈ നിയമം തൊഴിലാളികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതാണെന്ന് 17 ദേശീയ തൊഴിലാളി സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ചർച്ചകൾക്ക് മറുപടി നൽകിക്കൊണ്ട് ശ്രീ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. വ്യവസായ മേഖലയിലെ തൊഴിലാളികൾക്ക് അടിസ്ഥാന വേതനം ഉറപ്പാക്കുന്നതിനൊപ്പം സ്ത്രീ പുരുഷ ഭേദമന്യേ തുല്യവേതനം കൃത്യസമയത്ത് ലഭ്യമാക്കുമെന്നും നിയമം ഉറപ്പു നൽകുന്നു. ബില്ലിനെ എതിർത്ത് സംസാരിച്ച കോൺഗ്രസ് MP കൊടിക്കുന്നിൽ സുരേഷ് തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കുന്നതിനു പകരം സർക്കാർ അത് ദുർബലപ്പെടുത്തുകയാണെന്ന് ആരോപിച്ചു. ന്യൂഡൽഹിയിലെ സേവാതീർത്ത് കെട്ടിട സമുച്ചയത്തിന്റെ അനാച്ഛാദനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. പ്രധാനമന്ത്രിയുടെ ഓഫീസ്, ദേശീയ സുരക്ഷാ കൌൺസിൽ സെക്രട്ടേറിയറ്റ്, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് തുടങ്ങിയവയാണ് സേവാതീർത്തിൽ പ്രവർത്തിക്കുന്നത്. തുടർന്ന് സുപ്രധാന മന്ത്രാലയങ്ങളെ ഉൾക്കൊള്ളുന്ന കർത്തവ്യ ഭവൻ 1ഉം 2ഉം പ്രധാനമന്ത്രി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം സേവാതീർത്തിൽ നടക്കുന്ന പൊതുപരിപാടിയെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. 3 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ കേരളത്തിൽ നിന്നുള്ള BJP കൌൺസിലർമാരുടെ സംഘം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാൽ എന്നിവരുൾപ്പെടെയുള്ള നേതാക്കളുമായും സംഘം കൂടിക്കാഴ്ച നടത്തിയതായി തിരുവനന്തപുരം മേയർ VV രാജേഷ് അറിയിച്ചു. US ഇന്ത്യ വ്യാപാര കരാറിനെ സ്വാഗതം ചെയ്ത് വിവിധ മേഖലയിൽ നിന്നുള്ള പ്രമുഖർ. കരാർ ആയുർവേദ മേഖലയ്ക്ക് മികച്ച രീതിയിൽ ഗുണം ചെയ്യുമെന്ന് വൈദ്യരത്നം ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ET കൃഷ്ണൻ മൂസ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഇൻഡോ-US കരാർ എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റിന്റെ ഒരു കൊളാബറേഷൻ ആയിട്ട് നമ്മൾ കാണുന്നു. ജസ്റ്റ് ഒരു എക്കണോമിക് ഡീൽ മാത്രമല്ല. ഇന്ത്യയിൽ മേജർ ഒരു ഗ്രോത്ത് ഡ്രൈവേഴ്സ് ആയിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ, ന്യൂട്രാസ്യൂട്ടിക്കൽ, ആയുർവേദ എന്നതിനൊക്കെ വലിയൊരു ഇമ്പാക്ട് വരാൻ പോവുകയാണ്. ആയുർവേദ സെഗ്മെന്റ് നോക്കുമ്പോൾ അശ്വഗന്ധ, ടെർമറിക് മുതലായിട്ടുള്ള കുറെ നിഷ് ആയിട്ടുള്ള ഒരു ഏരിയാസ് ആണ്. പക്ഷേ ഈ ഒരു ഡീലിലൂടെ അത് ഗ്രോത്ത് ഡ്രൈവേഴ്സ് ആയിട്ട് അതൊരു 20 മുതൽ 30% വരെ 2-3 വർഷത്തിനുള്ളിൽ ഗ്രോത്ത് വരാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഇന്ത്യൻ സായുധ സേനകളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി 3.60 ലക്ഷം കോടി രൂപയുടെ സംഭരണ നിർദ്ദേശങ്ങൾക്ക് അനുമതി നൽകി പ്രതിരോധ സംഭരണ കൌൺസിൽ. വ്യോമസേനയ്ക്കായി റഫാൽ മൾട്ടി റോൾ യുദ്ധവിമാനം, മിസൈലുകൾ, ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്യൂഡോ സാറ്റലൈറ്റ് എന്നിവ സംഭരിക്കുന്നതിനാണ് DAC അനുമതി നൽകിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള അപേക്ഷകൾ ഈ മാസം 17 വരെ സ്വീകരിക്കും. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്തിന് 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് newsonair.gov.in, prasarbharati.gov.in/pb vacancies എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിക്കുക. കുംഭമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. ദേശീയ പണിമുടക്ക് തീർത്ഥാടകരെ ബാധിച്ചില്ല. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ഇന്ന് വൈകിട്ട് 5-ന് മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിച്ചു. ഇന്ന് പൂജകൾ ഒന്നും തന്നെ ഇല്ല. ഇന്ന് നടക്കുന്ന ദേശീയ പണിമുടക്കിൽ നിന്നും ശബരിമല തീർത്ഥാടകരെ ഒഴിവാക്കിയിട്ടുള്ളതിനാൽ പമ്പയിലേക്കുള്ള KSRTC ബസ്സുകളും പമ്പ നിലയ്ക്കൽ ചെയിൻ സർവീസും തടസ്സമില്ലാതെ സർവീസ് നടത്തുന്നുണ്ട്. നാളെ രാവിലെ 5-ന് നട തുറന്ന് 5:30-ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ പൂജകൾ ആരംഭിക്കും. 17-ന് രാത്രി 10-ന് നടയടയ്ക്കും. ശബരിമല സ്വർണ്ണ അപഹരണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്ത് പരിശോധന നടത്തി. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനയ്ക്കെത്തിയത്. ലീഗൽ മെട്രോളജി വിഭാഗത്തിലെ ഗോൾഡ് അസസ്മെന്റ് വിദഗ്ധരും സംഘത്തിനൊപ്പമുണ്ടായിരുന്നു. തട്ടിപ്പിന്റെ കൃത്യമായ വ്യാപ്തി കണ്ടെത്താനായി ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണ്ണ പാളികളുടെ സാമ്പിളുകൾ ശേഖരിച്ച് വിദഗ്ധ ലാബ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിന് വേണ്ടിയായിരുന്നു പരിശോധന. അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തക വിതരണവും സൌജന്യ കൈത്തറി യൂണിഫോം വിതരണ പദ്ധതിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് പട്ടം സെന്റ് മേരീസ് സ്കൂളിലാണ് ഉദ്ഘാടന ചടങ്ങ്. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കുള്ള പാഠപുസ്തകങ്ങളാണ് വിതരണം ചെയ്യുന്നത്. കേരള പോലീസിൽ സർവീസിൽ ഇരിക്കുന്നവരും വിരമിച്ചവരുമായ 9 ഉദ്യോഗസ്ഥർക്ക് IPS അനുവദിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനമിറക്കി. A. നാസിം, N. രാജൻ, G. സാബു, P. വിക്രമൻ, CS ഷാഹുൽ ഹമീദ്, B. കൃഷ്ണകുമാർ, പ്രിജീഷ് തോട്ടത്തിൽ, EN സുരേഷ്, AU സുനിൽകുമാർ എന്നിവർക്കാണ് IPS ലഭിച്ചത്. കേരള സർക്കാരിന്റെ കേരള പ്രഭ പുരസ്കാര ജേതാവും വിരമിച്ച IAS ഉദ്യോഗസ്ഥനുമായ T. മാധവമേനോൻ അന്തരിച്ചു. 96 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ കഴക്കൂട്ടം ശാന്തിതീരത്ത് നടക്കും. സംയുക്ത ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് തുടരുന്നു. അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്നലെ അർദ്ധരാത്രി ആരംഭിച്ച പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി വരെ നീളും. ഇടുക്കി വണ്ണപ്പുറം കോട്ടപ്പാറ മലനിരകളിലുണ്ടായ വൻ തീപിടുത്തത്തിൽ ഏക്കർ കണക്കിന് റബ്ബർ തോട്ടം കത്തിനശിച്ചു. ഇന്നുച്ചയോടെയാണ് മലനിരകളിൽ തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അഗ്നിശമന സേനയുടെയും നാട്ടുകാരുടെയും സമയോചിത ഇടപെടൽ മൂലം തീ നിയന്ത്രണ വിധേയമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 559 പോയിന്റ് കുറഞ്ഞ് 83,675-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 147 പോയിന്റ് നഷ്ടത്തിൽ 25,807-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 880 രൂപ കുറഞ്ഞ് 1,16,160 രൂപയും ഗ്രാമിന് 14,520 രൂപയുമാണ് ഇന്നത്തെ വില. ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ ഭീകരരും ഇന്ത്യൻ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണെന്നും നിരവധി ഇന്ത്യൻ സൈനികർക്ക് പരിക്കേറ്റുമെന്നും പാകിസ്ഥാൻ അനുകൂല സമൂഹ മാധ്യമ ഹാൻഡിലുകളിൽ പ്രചരിക്കുന്ന പോസ്റ്റ് വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം വാർത്തകളിൽ ജാഗ്രത പുലർത്തണമെന്ന് PIB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. തിരുവനന്തപുരം ആമയിഴഞ്ചൻ തോട് കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ മാലിന്യ നിക്ഷേപം തടയാൻ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും ക്യാമറകൾ നിരീക്ഷിക്കാൻ നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെ നിയോഗിക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം. മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഉത്തരവ്. ടെലികോം മേഖല വാർഷിക സുരക്ഷാ സമ്മേളനം എറണാകുളത്ത് നടന്നു. മോഷണം പോയതോ നഷ്ടപ്പെട്ടതോ ആയ മൊബൈൽ ഫോണുകൾ ഏറ്റവും കൂടുതൽ കണ്ടെത്തിയ കൊല്ലം റൂറൽ ഉൾപ്പെടെ 8 പോലീസ് ജില്ലകളെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ സംസ്ഥാനങ്ങളിലെ സർക്കാർ സ്ഥാപനങ്ങളും അവിടുത്തെ പ്രത്യേകതകളും മനസ്സിലാക്കുന്നതിനായി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രസ് ടൂറിന്റെ 3ാമത്തെ സംഘം കോട്ടയം പുതുപ്പള്ളി റബ്ബർ ബോർഡ് ആസ്ഥാനവും റിസർച്ച് സെന്ററും ഇന്ന് സന്ദർശിച്ചു. അസമിൽ നിന്നുള്ള 13-അംഗ മാധ്യമ സംഘമാണ് എത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. ബജറ്റ് ചർച്ചകൾക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാജ്യസഭയിൽ മറുപടി നൽകി. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് നിയമ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. വേതനം കൃത്യസമയത്ത് ലഭിക്കുമെന്ന നിയമം ഉറപ്പു നൽകുന്നതായി കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിലെ സേവാ തീർത്ത് കെട്ടിട സമുച്ചയത്തിന്റെ അനാച്ഛാദനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തക വിതരണത്തിന് സംസ്ഥാനത്ത് നാളെ തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.